അതുപോലെ തന്നെ നമ്മുടെ അമലുകൾ പൊളിച്ചു കളയുന്ന ഒരു കാര്യമാണ് ബിദ്അത്തുകൾ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദീനിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ പുതുതായി ആചരിച്ചുകൊണ്ട് ദീനിലേക്ക് പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടുക എന്നുള്ളത് അത് ഗുരുതരമായ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അമലിൽ ബിദ്അത്തുകൾ കടന്നു വന്നാൽ നമ്മുടെ അമലുകളെ അത് പൊളിച്ചു കളയുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരാണോ നമ്മളുടെ കാര്യമായ ഈ ദീനിന്റെ കാര്യത്തിൽ പുതുതായ കാര്യങ്ങൾ കടത്തിക്കൂട്ടുന്നത്, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരാണോ ഒരു പ്രവർത്തനം ചെയ്യുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ലാത്ത, അവിടുന്ന് പഠിപ്പിക്കാത്ത കാര്യമാണ് എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ബിദ്അത്തുകൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. അത് നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന കാര്യമാണ്.